സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ ആദ്യത്തെ വിഷയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം തന്നെയാണ്. ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തിങ്കളാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനം. അന്നേ ദിവസം അതൊരു വലിയ ആഘോഷമാക്കി ദേശീയ ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BJP സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. അന്നേ ദിവസം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമൊക്കെ ഉച്ചവരെ അവധി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും അതത് സംസ്ഥാനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിന് അന്നേ ദിവസം ഫോറിൻ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മണി മാർക്കറ്റുകൾ പോലും പ്രവർത്തിക്കില്ല എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അജിംസ, ചരിത്രമടക്കം മറന്നുകൊണ്ടുള്ള അതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള അന്നേ ആ ദിവസം വലിയ ആഘോഷമാക്കാനുള്ള ഈ പരിപാടി എങ്ങനെ വിശേഷിപ്പിക്കണം? ചരിത്രം മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് 97-98% മനുഷ്യരും ദൈവവിശ്വാസികളാണ്. അവർക്ക് ഏതെങ്കിലുമൊക്കെ മതമുണ്ടാവും. ഈ ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആൾക്കാരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം സെക്യുലറാണ്. സെക്യുലർ സ്വഭാവമുള്ള രാജ്യമാണ് നമ്മുടേത് എന്ന് കരുതി സെക്യുലർ സ്വഭാവമാണെങ്കിൽ പോലും മതപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഒരു തരത്തിലും ഇടപെടാത്ത വിധം മാറി നിൽക്കുന്നില്ല. ഇപ്പോൾ ഫ്രാൻസിൽ ഒക്കെ കാണുന്ന പോലെ ഈ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ഡിവിഷൻ അത്ര ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. പല കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് ആരാധനാലയങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമാണ്. ഇപ്പോൾ തന്നെ UP ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രം, രാമക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ UP സർക്കാർ തന്നെ 10,000 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റ്സ് അയോധ്യ എന്ന് പറയുന്ന സിറ്റിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതെല്ലാം ഈ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങളാണ്. അപ്പോൾ ആരാധനാലയങ്ങൾക്ക് ഫണ്ട് കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ഒരു സാധാരണമല്ലാത്ത കാര്യമല്ല. ഉദാഹരണത്തിന് ശബരിമല എടുത്താലും മറ്റ് ക്ഷേത്രങ്ങൾ എടുത്താലും മറ്റാരാധനാലയങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മതസ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതസമുദായങ്ങൾ നടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും സ്റ്റേറ്റ് വേർതിരിവ് ഇന്ത്യയിലില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഒന്ന്, ഇതിനൊരു ദേശീയോത്സവമാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും സമുദായത്തോടോ മതത്തോടോ പ്രത്യേകമായി ചായ്വ് പ്രകടിപ്പിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഓരോ സർക്കാരും അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, ഇപ്പോൾ ഒരു മതസ്ഥാപനം അല്ലെങ്കിൽ ഒരു മതസമുദായത്തിൻ്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനൊരു ദേശീയ ഉത്സവമാക്കി മാറ്റാൻ ഒരു സർക്കാർ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് തങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടതായിട്ട് തോന്നും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ചരിത്രം മറന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചരിത്രമല്ല, ഇപ്പോൾ വർത്തമാനമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഏത് മതസ്ഥാപനമാണെങ്കിലും ഏത് ആരാധനാലയമാണെങ്കിലും ഒരു സർക്കാർ അതിനൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുമ്പോൾ അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് തങ്ങൾ ഒഴിവാക്കപ്പെട്ടതായിട്ട് തോന്നും. അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് അത് അഭിലഷണീയമല്ല. ചരിത്രത്തെ മറന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഉണ്ടായത് തന്നെ, ഇപ്പോൾ നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായത് തന്നെ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. ആ തുടങ്ങുന്നത് ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ നിന്നാണ്. കേവലം 2 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന 80കളുടെ തുടക്കത്തിൽ 2 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന BJPക്ക് 82 അംഗങ്ങളാവുകയും പിന്നീട് ഒരു കൂട്ടുകക്ഷി സർക്കാരുകൾ അധികാരത്തിൽ വരികയും പിന്നീട് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരികയും ചെയ്ത അവരുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാമജന്മഭൂമി പ്രക്ഷോഭമാണ്. അപ്പോൾ അതിനെ തുടർന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. അത് തകർത്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖേദം പ്രകടിപ്പിച്ചൊരു പാർട്ടിയല്ല BJP. അത് ആരാണ് ചെയ്തതെന്നും ആരാണ് ആഹ്വാനം ചെയ്തതെന്നും ആ തകർക്കുന്ന സമയത്ത് അവിടെ ഏതൊക്കെ നേതാക്കളുണ്ടായിരുന്നുവെന്നും അതിപ്പോഴും വിജയ് ദിവസമായിട്ട് ആരാണ് ആഘോഷിക്കുന്നതെന്നും അതൊരു തെറ്റായി പോലും അതൊരു മിസ്റ്റേക്കായിട്ട് അവർ കാണുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു വലിയ വിജയമായി കാണുകയും അങ്ങനെ കണ്ടുകൊണ്ട് ആ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം നേടിയ സർക്കാർ, ആ സർക്കാർ ആണ് അതുകൊണ്ട് ചരിത്രം മറന്നു എന്ന് അവർക്കതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അവർ ചരിത്രം ഓർക്കുന്നത് വേറെ രീതിയിലാണ്. മറ്റുള്ളവർ ഓർക്കുന്ന പോലെയല്ല BJPക്കാർ ഓർക്കുക, RSS ഓർക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആക്കി മാറ്റാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തെറ്റായ പ്രീസിഡൻസ് സെറ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ സെക്യുലറിസത്തിന് വലിയ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കും.
അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരിതിങ്ങനെ ചെയ്യൂ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇത് ആരും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഞെട്ടലൊന്നും ഉണ്ടാവുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തെ അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയേ ചെയ്യൂ എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊന്നും എന്താണ് പറയുക, ദേശീയത കത്തിജ്വലിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണ BJP ചെയ്യാറുള്ളത്. ഇത്തവണ അവർക്ക് അങ്ങനെ പ്രത്യേകമായ വിഷയങ്ങളില്ല. അപ്പോൾ പോസിറ്റീവായി ഞങ്ങളിത് അമ്പലം പണിതു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമമാണ്. അതിന് രാജ്യം മുഴുവൻ അതിനോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയോധ്യയിലെ റോഡുകളിൽ നിന്നുള്ളൊരു ചിത്രം വ്യാപകമായി വരലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ശ്രീരാമൻ്റെ ചിത്രം, തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ നരേന്ദ്രമോദിയുടെ ചിത്രം, വീണ്ടും ശ്രീരാമൻ. അപ്പോൾ മോദിയുടെ വലിയ ചിത്രം, ശ്രീരാമൻ്റെ ചെറിയ ചിത്രം എന്നുള്ള രീതിയിലാണ് ചിത്രം കാണുന്നത്. നമുക്ക് അതിൻ്റെ യഥാർത്ഥം അറിയില്ല. പക്ഷെ ഇപ്പോൾ വിമർശനം ഉയർന്നത് തുറന്നാൽ എന്താണ് മോദിയുടെ ചിത്രം എടുത്ത് മാറ്റി എന്നൊക്കെ പറയുന്നു, അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തെയും മതത്തെയും വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് അവർ ഇതുവരെയും അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തെ മതത്തെ അല്ല, വർഗീയതയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദൈവത്തെ മതത്തെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതിലിങ്ങനെ യൂഫോറിയ പൂണ്ട് ആഹ്ലാദാതിരേകത്താൽ അതിനെ പിന്തുണയ്ക്കുന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. അപ്പോൾ യഥാർത്ഥ ശ്രീരാമ ഭക്തരാണെങ്കിൽ പോലും ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നവരാണ്. ഈ പരിപാടിയുടെ ഇന്ന് 22-ാം തീയതി നടക്കുന്ന പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കുന്ന ആളുകളാണ് രാജ്യത്തെ ബഹുഭൂരിഭാഗം ആളുകളും. ഇത് കണ്ടിട്ട് എന്തോ ആഹ്ലാദാതിരേകത്താൽ എന്തോ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരൊന്നും അല്ല. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരല്ല ബഹുഭൂരിഭാഗം ആളുകളും. അവർക്ക് അവരവരുടെ പ്രശ്നങ്ങളാണ് വലുത്. അവർ ദൈവഭക്തർ കൂടിയാണ്. അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, ചിലപ്പോൾ രാമനെ പൂജിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഈ കാണിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അതാണ് നിഷാദ്. അന്നേ ദിവസം പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിനെ മനസ്സാകൊണ്ട് പുറത്തു പറയുന്നില്ലെങ്കിലും മനസ്സാൽ യോജിക്കാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നു, സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നു, പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അവർ നടപ്പാക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്താണ്? അല്ല ദിവ്യ, ഇത് എത്രയോ കാലമായിട്ട് ഇന്ത്യൻ ഹിന്ദുത്വം പ്രഖ്യാപിച്ചിരുന്ന അവരുടെ വലിയ ഒരു രാഷ്ട്രീയ ഉദ്ദേശം സാർത്ഥകമാകുന്ന ദിവസമാണ്. അവരെ സംബന്ധിച്ചത് പരമാവധിയിൽ ആഘോഷിക്കുക എന്നാണ് ചെയ്യാനുള്ള സംഗതി, അല്ലേ? എന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. ഇന്ത്യയിലെ ഓരോ മനുഷ്യനിലേക്കും രാമക്ഷേത്രത്തിൽ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്ന സന്ദേശം എത്തിക്കണം. അതിന് രാമക്ഷേത്രത്തിൻ്റെ ക്യാമ്പയിൻ മാത്രം നടത്തിയാൽ പോരാ. ബാങ്കുകൾക്ക് അവധി. ബാങ്കുകൾക്ക് എന്താ അവധി എന്ന് ആലോചിക്കുന്ന ആൾക്കെന്താ? രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയാണ്, ബാങ്കിന് അവധി, സ്കൂളിന് അവധി, സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി. എല്ലാ മനുഷ്യരെയും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്പർശിക്കണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്ന് ആലോചിച്ചുറപ്പിച്ച് നടപ്പിലാക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ടാണ് സർക്കാർ ഇത്ര വലിയ സംഗതിയാക്കി ഇതിനെ മാറ്റുന്നത്. എല്ലാ വീടുകളിലും 2ാം ദീപാവലി പോലെ നിങ്ങൾ വിളക്ക് തെളിയിക്കണം എന്ന് പ്രധാനമന്ത്രി എത്തിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ അത് പ്രചരിപ്പിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് അത് എത്തുന്നു. അപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പോപ്പുലേഷൻ്റെ നല്ല വിഭാഗം മനുഷ്യർ വിശ്വാസികളാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ഹിന്ദുമത വിശ്വാസികളാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ രാമഭക്തി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിശ്വാസധാരയിൽ. അതിൽ നല്ല വിഭാഗം ആളുകളെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെല്ലാവരും സംഘാണോ, അവർക്കെല്ലാവർക്കും വിദ്വേഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിദ്വേഷത്തിൻ്റെ ആളുകളൊന്നുമല്ല. പക്ഷേ രാമൻ ഒരു ക്ഷേത്രം ഒരുങ്ങുന്നു, രാമൻ അർഹമായ ഒരു പദവി ഇതാ ഈ സർക്കാർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ മാനിക്കണമെന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കരായ ഒരു മനുഷ്യനുണ്ട്. ഞാനിപ്പോഴും വിചാരിക്കുന്നു KS ചിത്രയൊക്കെ അതിനെ അങ്ങനെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ മതേതരവാദികളാണ്, എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ രാമക്ഷേത്രം പ്രധാന കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ, ഈ പ്രോജക്റ്റിൻ്റെ വിജയം എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾ മതേതര രാജ്യമാണ്, നമ്മളൊക്കെ മതേതരവാദികളാണ്. പക്ഷേ ആഫ്റ്റർ ഓൾ ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാമക്ഷേത്രത്തെ കാണുന്നു എന്ന് പറയുന്ന തരത്തിൽ അത് സാധാരണവൽക്കരിച്ചു എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായാലും കൊള്ളാം, LDF മന്ത്രിസഭയിലെ ആളുകളായാലും കൊള്ളാം, ഈ ഗാനഗോകുലങ്ങളൊക്കെ തന്നെയും രാമക്ഷേത്രത്തിന് അരി നിൽക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ച. നേരത്തെ അജിംസ് പറഞ്ഞ ഇപ്പോഴിതൊരു മതനിരപേക്ഷ രാജ്യമാണല്ലേ. ഇതിൻ്റെ ഭരണഘടന മാറ്റി എഴുതിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അതിൻ്റെ മുൻഗാമികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 1951 സോമനാഥ് ക്ഷേത്ര ഉദ്ഘാടനം ഞാൻ പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ നെഹ്റു കത്തെഴുതുന്നത്, താങ്കൾ പോകുന്നതിലും താങ്കളുടെ വിശ്വാസത്തിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ രാഷ്ട്രപതിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ താങ്കൾ പോയാൽ അത് ചരിത്രത്തിലേക്ക് വലിയ അപകടകരമായ സന്ദേശം കൊടുക്കും, താങ്കൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ആളാണ് നെഹ്റു. അപ്പം നെഹ്റുവിന് അതറിയാമായിരുന്നു. കാരണം ഈ രാജ്യം എല്ലാവർക്കും തുല്യാവകാശമുള്ള, എല്ലാവരുടെയും വിശ്വാസത്തിന് പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റേറ്റ് ആകെ പോവുക എന്നുള്ളത് കുഴപ്പമാണെന്നറിയാം.
ഇപ്പോൾ 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുള്ളൂ, അവിടെ ഇപ്പോൾ ആരോ പള്ളി പണിയാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മോദി പോകുമോ? അതിൻ്റെ ശീലയിടാൻ വേണ്ടി അവിടുത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മോദി ഈ കരിക്കിൻ വെള്ളവും നിലത്തുറക്കവുമായി വ്രതമെടുക്കുമോ? ഇല്ല, ഇതിനു വേണ്ടി മാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ പ്രധാനമാണ്. 5 സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കൊടുത്തിരിക്കുകയാണ് കത്ത്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പങ്കെടുക്കുമെന്ന് അറിയില്ല. എന്തായാലും സുപ്രീം കോടതി വിധി എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ബാബരി മസ്ജിദ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ അതാണ്, ഇതൊക്കെ വലിയ ദേശീയ ഉത്സവമാക്കി നടത്തുമ്പോഴും പൊളിച്ചു കളഞ്ഞിട്ടുള്ള, അന്യായമായി പൊളിച്ചു കളഞ്ഞ ഒന്ന്. ഇപ്പോൾ സുപ്രീം കോടതി അന്യായം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്ത റിപ്പോർട്ടും നിയമപരമായ എല്ലാ വാദങ്ങളും, ചരിത്രപരമായ പരിശോധന, ഗവേഷണങ്ങൾ, നിയമപരമായ പരിശോധനകൾ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് കോടതി പറഞ്ഞത് ഇത് അന്യായമാണ് എന്നാണ്. എന്ന് വെച്ചാൽ 12ാം നൂറ്റാണ്ടിലോ മറ്റാണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പറഞ്ഞത്. ബാബർ വരുന്നത് പിന്നെ 400 വർഷം കഴിഞ്ഞാണ്. ഈ 400 വർഷക്കാലത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. ബാബർ വന്നിട്ട് എന്താണ് പൊളിച്ചു കളഞ്ഞത് എന്ന്. അതിൽ തന്നെ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൻ്റെ അതിൽ ഭാഗമായി പങ്കെടുത്ത 2 ഉദ്യോഗസ്ഥർ, ദേ ആർ നോൺ മുസ്ലിംസ്, അവർ പറഞ്ഞ എന്താണ്? ഇത് തെറ്റാണ്, വലിയ മുൻവിധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ അതിനടിയിൽ വല്ല ശകലങ്ങളും ഉണ്ടെങ്കിൽ അത് മസ്ജിദിൻ്റെതാണ്, ക്ഷേത്രത്തിൻ്റെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. അന്നത്തെ പുരാതന ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും പാർട്സ് വെച്ചിട്ടല്ല ഇപ്പോഴത്തെ പള്ളി ഉണ്ടാക്കിയത്, അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഈ പള്ളി പൊളിച്ചിട്ടത് അന്യായമാണ് എന്ന് കോടതി പറഞ്ഞു. ഇത് ചെയ്തിട്ടുള്ളൊരു മോശം നിയമവാഴ്ചയുടെ അതിലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ഫൈനലി കോടതി നമുക്ക് എന്താ പറയുന്നത്, അപകടകരമായ ഒരു കീഴ്വഴക്കം നിലയ്ക്കൊരു സമവായത്തിലൂടെ ഇത് പരിഹരിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ആ സമവായത്തിലൂടെ പരിഹരിക്കാൻ കോടതി ഉദ്ദേശിച്ചുകൊണ്ട് വല്ല നടന്നുള്ള ചോദ്യം വേറെയാണ്. പക്ഷേ കോടതിയുടെ കണ്ടെത്തലുകൾ, അതായത് അവർ സാങ്കേതികമായും നിയമപരമായും പരിശോധനകളാലും കണ്ടെത്തിയിട്ടുള്ള വസ്തുതകൾ എന്താണ്? സംഘപരിവാരം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്നതാണ്. ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീതി എന്ന് പറയുന്ന സംഗതി മുഴച്ചു നിൽക്കുന്നുണ്ട്. ഓർമ്മ എന്ന് പറയുന്നില്ലേ, ഓർമ്മയാണ് മനുഷ്യൻ്റെ ജീവിതം അല്ലേ. ഓർമ്മ എന്ന് പറയുന്നത് മറവി മനുഷ്യ സഹജമാണെങ്കിൽ കൂടി തീക്ഷ്ണമായ നമ്മുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഓർത്തുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ മനുഷ്യകുലത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ സമവായം ഉണ്ടാക്കിയിട്ട് കോടതി എന്താ നേടിയെന്നൊരു ചോദ്യമുണ്ടല്ലോ. സമവായം ഉണ്ടാക്കിക്കൊണ്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കഴിയും, പിന്നെ എല്ലാം സമാധാനത്തിൽ പൊക്കോളുന്നതാണ്. സമവായത്തിലൂടെ അധികാരം, ഭൂമി കിട്ടുകയും അവിടെ ക്ഷേത്രം പണിത് ഉയർത്താൻ പറ്റുകയും ചാൻസ് കിട്ടിയപ്പം സംഘപരിവാരത്തിന് കോൺഫിഡൻസ് കൂടി. ഞങ്ങൾ വിചാരിച്ച നടക്കും, ഞങ്ങൾ വിചാരിച്ച പള്ളികൾ വിളിക്കാൻ പറ്റും. അപ്പോൾ കാശി മധുര ബാക്കി എന്നുള്ള മുദ്രാവാക്യം പ്രാവർത്തികമാക്കാനുള്ള പണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർന്നു പോയി, പോട്ടെ, ഇനി അതിൻ്റെ കഥ കഴിഞ്ഞല്ലോ, അവിടെ ഒരു ക്ഷേത്രം വരുന്നു, അതുകൊണ്ട് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നത് കാര്യമില്ല. ഈ ഉയർത്തുന്ന ക്ഷേത്രം മറ്റ് അനേകം പള്ളികൾ പൊളിക്കാനും ആ പള്ളികൾ പൊളിച്ചതിന് സുപ്രീം കോടതിയിൽ പോയി നിയമസാധുത നേടാനുമുള്ള അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയെ ഭയങ്കര കുഴപ്പത്തിൽ നിർത്തുന്ന ഒരു എപ്പിസോഡ് എന്ന നിലയ്ക്കുള്ള പ്രത്യേകത ഇതിനുണ്ട്. ചരിത്രത്തെ നമുക്ക് സൗകര്യപൂർവ്വം മറന്നാലും ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള മനുഷ്യർ ഈ സംഗതിയെ സീരിയസ് ആയി എടുക്കണമെന്ന് ഞാൻ പറയാം. യെസ്, എന്തായാലും അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക എന്നത് അത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. അത് അവർ സാധിച്ചിരിക്കുന്നു. അത് ആ ഒരു വലിയ വിജയത്തിന് കടിക എല്ലാവരിലേക്കും എത്തിക്കുക, അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്.